ചേട്ടാ ഒരു പെട്രോൾ ചലഞ്ച് ഉണ്ട്, 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കാം. ഒരു പെട്രോൾ ചലഞ്ച് ഉണ്ട്, 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കാം. ആക്ച്വലി പെട്രോൾ അടിച്ചാലും നിങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്നാ നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്. ഓക്കെ, കയറി പോയാലോ? ഓക്കെ. എല്ലാ ദിവസവും ഒന്നും കാണത്തില്ല, വല്ലപ്പോഴൊക്കെ. ആരെയാ സഹായിക്കുന്നേ? പാവപ്പെട്ടവരെയാണോ അതേ പണക്കാരെയാണോ? അങ്ങനെയൊന്നുമില്ല, ആരുടെയോ വേണേലും സഹായിക്കും. അപ്പൊ എന്റെ കുറച്ച് കൂട്ടുകാരുണ്ട് ഇതുപോലെ പെട്രോൾ അടിക്കാൻ കേട്ടില്ലാത്തവന്മാര്. മെസ്സേജ് ചെയ്യാൻ പറഞ്ഞാൽ മതി അല്ലേ? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ? പിന്നെ എപ്പിക് റൈഡർ. ഓക്കെ. നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇടുക്കിയിൽ. അപ്പോൾ ഇടുക്കിയിലേക്കുള്ള രാത്രികാല യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക. കാരണം മണ്ണിടിച്ചിലുണ്ട്, മരമൊക്കെ റോഡ് സൈഡിൽ നിൽക്കുന്ന മരമൊക്കെ ഇടിഞ്ഞ് താഴെ വീഴുന്നൊക്കെ ഉണ്ട്. അപ്പം വളരെ സൂക്ഷിച്ചൊക്കെ ഇടുക്കിയിലേക്കൊക്കെ പോരുന്നവരൊക്കെ യാത്ര ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തങ്കമണിക്കടുത്തുള്ള കാമാക്ഷി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളും ഒക്കെ കണ്ട്, പിന്നെ ഞങ്ങൾ പഠിച്ച ഒരു സ്കൂളുണ്ട്, അതും പിന്നെ കാമാക്ഷി ആശുപത്രി, ഇതൊക്കെ കണ്ടിട്ടാണ് ഇന്ന് നമ്മൾ ഒരു യാത്ര പോകുന്നത്. അപ്പം ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും തങ്കമണിക്കാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുവാനും മറക്കല്ലേ. മഴക്കാലമാണ്, ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക. വീട്ടിലിരുന്ന് ഞങ്ങളുടെ ഈ വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ചേട്ടാ പോയപ്പോ കേട്ടോ. എന്നാ ശരി, ഓക്കെ വിട്ടോ. ഹലോ ഗൈസ്, വെൽക്കം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്? നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പോകുന്നു ഗൈസ്. പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കും നമ്മൾ എങ്ങോട്ടാണ് ചുവ ചെയ്യാൻ വൈബ് അടിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. ആക്ച്വലി ഇടുക്കിയിൽ മുടിഞ്ഞ മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മഴ, കാറ്റ്, തണുപ്പ്, ചായ, കട്ടൻ ചായ, ബീഫ്, ചിക്കൻ, ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടുക്കിക്കാർ ഇങ്ങനെ അങ്ങ് സുഖിക്കുവാണ് ഗൈസ് ഇവിടെ ഇരുന്ന്. അതെ, വീട്ടിൽ പുതച്ച് ഈ ടൈമിൽ നല്ല ബീഫൊക്കെ കഴിച്ചിട്ട് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടല്ലോ. അതെ, ഒറ്റ കമ്പിളിയൊക്കെ പോയി ഒറ്റ ഉറക്കം, പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കാവുള്ളൂ. അമ്മായി വൈബാണ് കാശ് ഇടുക്കിയില്. അപ്പം അതെ, നിങ്ങളുടെ അവിടെ എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ? പല സ്ഥലത്തും ഇപ്പം റെഡ് അലേർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് റെഡ് അലേർട്ട് ഇല്ല. അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് വെളിയിറങ്ങി നോക്കാം കാശ്. പെട്രോളൊക്കെ അടിച്ചാൽ ഒന്ന് കറങ്ങിയിട്ട് വരാം, അങ്ങനെ ചില്ല് ചെയ്തിട്ട് വരാം കാശ്. അപ്പം ലെറ്റ്സ് ഗോ ടു ദിസ് വീഡിയോ. ഇതാണ് ഇടുക്കിയുടെ സ്വന്തം കാമാക്ഷി. തങ്കമണി എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. തങ്കമണി കഴിഞ്ഞിട്ട് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്കാണ് ഈ കാമാക്ഷി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴും പഴയ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പഴയ ഗ്രാമാന്തരീക്ഷം തുളുമ്പി നിൽക്കുന്ന ഒരു സെറ്റപ്പിലാണ് ഇപ്പോഴും ഈ ഒരു കാമാക്ഷി. പക്ഷേ തങ്കമണിയിൽ അങ്ങനെയല്ല, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു, ഒരുപാട് പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കാമാക്ഷി ഇപ്പോഴും പഴയ ഒരു കാമാക്ഷി തന്നെയാണ്, കാണാൻ അതുപോലെയൊക്കെ തന്നെ ഏകദേശം. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പം കാമാക്ഷിയിലെ പള്ളിയുടെ കാഴ്ചകളൊക്കെ പകർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ പള്ളിയുടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു മരിച്ചടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയുടെ കൂടുതൽ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല മഴയും പെയ്തുണ്ടായിരുന്നു. അപ്പോൾ ഈ പള്ളിയിൽ മരിച്ചടക്കിനൊക്കെ പോയിട്ട് ആൾക്കാർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നവരാണ് ആ കുടയൊക്കെ ചൂടി പോകുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പള്ളി കാണാൻ സാധിക്കും. ഈ റോഡിൻ്റെ ഇടതുവശത്തായിട്ടാണ് നമ്മുടെ ആ പള്ളി വരുന്നത്, കാമാക്ഷിയിലെ പള്ളി. ഇത് മരിച്ചടക്കിന് പോയിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോരുകയാണ് അടക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ വണ്ടി തിരിക്കുകയായിരുന്നു. അപ്പോൾ വണ്ടി തിരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ കാമാക്ഷിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളും അതുപോലെ സ്കൂളിൻ്റെ ഗ്രൗണ്ടും പിന്നെ കാമാക്ഷി ആശുപത്രിയൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാമാക്ഷി ഈ സിറ്റിയിലേക്ക് നമ്മൾ വീണ്ടും ചെല്ലുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ഫോണിൽ വെള്ളമൊക്കെ അടിച്ചിട്ട് ക്യാമറയൊക്കെ ഒരുമാതിരി മങ്ങിയായിരുന്നു കണ്ണൂർ വിഷ്വലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കാമാക്ഷിയിൽ നിന്ന് നമ്മൾ നേരെ വീണ്ടും തങ്കമണിക്ക് വരുന്ന വഴിക്ക് ഇടത്തോട്ട് കിടക്കുന്ന കുരിശ്ശേരി റോഡിൽ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന ഈ മേളോട്ടുള്ള വഴിയാണ് നമ്മൾ നേരെ കയറി പോകുന്നത്. ഇതിൽ നേരെ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അൽഫോൻസ് നഗർ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്താൻ പറ്റും. അതുപോലെ തങ്കമണിക്കും ഒക്കെ പോകാൻ പറ്റും. നമ്മുടെ കാമാക്ഷി സ്കൂളിൻ്റെയൊക്കെ അതിലേ കിടക്കുന്നൊരു വഴിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മളങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് ഇടതുവശത്തായിട്ട്
കാമാക്ഷിയിലെ ഗവൺമെൻറ് ആശുപത്രി കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോഴാണ് ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ ഗവൺമെൻറ് ഹൈസ്കൂൾ കാണാൻ പറ്റുന്നത്. ഇപ്പം സ്കൂളിൻ്റെ ഗ്രൗണ്ടും ഒക്കെ പഴയതുപോലെ തന്നെ അവിടെയുണ്ട്. വേറെ ഒരു കെട്ടിടങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് സെറ്റപ്പാക്കി ഇട്ടുണ്ട് അവിടെ. അത് ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആ ഒരു കെട്ടിടത്തിൻ്റെ തറക്കല്ലൊക്കെ ഇടുന്നത്. അതിനുശേഷം പിന്നെ ആ ഒരു കെട്ടിടം പണിയുകയായിരുന്നു. അപ്പം നമ്മൾ മുന്നോട്ടിങ്ങനെ പോവുകയാണ്. ഇതിലേക്ക് ഞങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ളതാണ് സ്കൂളിൽ പഠിച്ചത്. ഇതാണ് കാമാക്ഷി ആശുപത്രി ഇപ്പോൾ കണ്ടത്. അപ്പം ആശുപത്രിയിലൊക്കെ മഴയൊക്കെ ആയതുകൊണ്ടാണ് നേരെയും കാണുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാമാക്ഷി സ്കൂളിൻ്റെ ഗ്രൗണ്ട്. ഇതിലേക്ക് ഞങ്ങൾ ഒരുപാട് ഫുട്ബോളൊക്കെ കളിച്ചതാണ്. ഈ ഒരു സ്കൂൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ 5 മുതൽ 10 വരെ ഈ ഒരു സ്കൂളിലാണ് പഠിച്ചത്. നമ്മുടെ കോസ്മോസ് അണ്ണൻ ഇവിടെ ഒരു 7 വരെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവൻ തങ്കമണിയിലേക്കൊക്കെ പോരുകയായിരുന്നു. തങ്കമണിയിലെ ഒരു ഹൈസ്കൂളുണ്ട്, അങ്ങോട്ട് പോരുകയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം അതൊക്കെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. നമ്മുടെ ഷൈൻകൂട്ടനിരുന്ന് മഴ നനയുകയാണ് ഗൈസ്, മഴ നനയുകയാണ് ഗൈസ്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ വന്നിരിക്കുകയാണ്, പതിവ് കടയിൽ. തണുത്ത് വിറച്ചിട്ട് രക്ഷയില്ല ഗൈസ്, മൊത്തത്തിൽ നനഞ്ഞ് വലിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, തണുത്തിട്ട് വിറച്ചിട്ടാണ് ഗൈസ്. പ്രത്യേകതര ഒരു യൂണിഫോം അല്ല, പ്രത്യേകതര ഒരു യൂണിഫോം. നിങ്ങൾ എന്തെടുക്കുകയാണ് ഗൈസ്? ചായ കുടിക്കുകയാണോ? ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നു. ചായയും പരിയും കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൻ്റെ കെട്ടിടം. ഈ പോസ്റ്റ് ഭയങ്കര വിവാദമൊക്കെ ആയിരുന്നു ഇടയ്ക്ക്. ഈ പോസ്റ്റ് എന്നിട്ട് അവർ ലൈൻ കമ്പിയൊക്കെ മാറ്റി കെട്ടി. അപ്പോൾ വേറെ ടൈപ്പാണ്. ഓ അതല്ലേ അമ്മ ലൈൻ കമ്പി മാറ്റി. ഗൈഫ്, ഇതാണ് ലെമൺ ടീ. ലെമൺ ടീ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയോ ഗൈഫ്? ആദ്യമേ കുറച്ച് ചായ എടുക്കുക, തിളപ്പിക്കുക, അതിനകത്തേക്ക് സ്ക്യൂസ് ഓഫ് ലെമൺ ഇടുക, കുറച്ച് പഞ്ചസാര ഇടുക, ഇളക്കുക, ഇങ്ങനെ എടുക്കുക, കുടിക്കുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുണ്ടല്ലോ ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ ടൈക്കി ഇന്നോവേറ്റീവ് സൊല്യൂഷൻ്റെ ആ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ചാനലും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇത് ഈ ഒരു എന്തെങ്കിലും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഇടുന്നതിൻ്റെ കൂടെ അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കേട്ടോ. റോബോട്ടിക്സ് ഇന്നോവേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ഗൈസ്. എന്താ മനസ്സിലാവുന്നില്ലല്ലോ ഒന്നും. ഓക്കെ, എല്ലാം സെറ്റാ, നിങ്ങൾ കയറി കണ്ടാൽ മതി. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ശരി.